ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പ്രകൃതി എത്ര കാലം കൂടെ താങ്ങും? ഈ ഒരു ജീവിയെ എത്ര കാലം കൂടെ താങ്ങും? അമ്മയ്ക്ക് വേണ്ടെന്ന് പറയും. രാക്ഷസ ശിശുവാണ്, മുലപ്പാലിന് പകരം ചോര കുടിച്ച് വറ്റിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അമ്മ പറിച്ചെറിയും മാറിൽ നിന്ന്. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ, 100 തൈകൾ. എല്ലാ വർഷവും ജൂൺ 5-ാം തീയതി നാം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാറുണ്ട്. ഈ ദിവസം നാം പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും കർമ്മ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഉൽപാദനവും ഉപഭോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യരാശിക്കും ഭൂമിക്കും നിലനിൽക്കണമെങ്കിൽ നാം പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാകൂ. എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്നതാണ് യുണൈറ്റഡ് നേഷൻസ് ഇക്കൊല്ലം എൻവയോൺമെന്റ് ഡേയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് എക്കോസിസ്റ്റം റെസ്റ്റോറേഷനാണ്. അതായത് ഈ എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷമുള്ള എല്ലാ വർഷത്തെയും എൻവയോൺമെൻ്റൽ ഡേകൾക്ക് ഒരു വിഷയമെടുക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ വിഷയം എക്കോസിസ്റ്റത്തെ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് തകർന്നടിഞ്ഞ എക്കോസിസ്റ്റത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നിലനിർത്തുക എന്ന് പറയുന്ന ഉദ്ദേശവുമായിട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശവുമായാണ് സ്വീകരിച്ചിരിക്കുന്നത്. നാം ചെടികളും മരങ്ങളും വച്ചുപിടിപ്പിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ പറമ്പിൽ തന്നെ കൃഷി ചെയ്യുക. അങ്ങനെ പ്രകൃതിയുമായിട്ട് ഒത്തിണങ്ങി നാം ജീവിക്കുക. ഓരോ പൗരനും തിരിച്ചറിയുക, പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണെന്ന്. പ്രകൃതിയെ സ്നേഹിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ പങ്കുചേരുന്നു. പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിനിടയിൽ മനുഷ്യനിൽ വിവേകവും നന്മയും ഇല്ലാതാവുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ക് കീഴടങ്ങി ജീവിച്ചിരുന്ന മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഓർക്കുക, നാം തന്നെയാണ് നാളെയുടെ സൃഷ്ടികൾ. പരിസ്ഥിതി സൗഹാർദ്ദമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം.